അനാമിക മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട്. അവളെ ഇനി വിളിച്ചുകൊണ്ട് വന്നാലും അവൾ ഇവിടെ ഇനി എത്ര കാലം നിൽക്കുമെന്ന് വെച്ചാ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, ദേവയാനി ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനിക്ക് നയനയെ വെറുക്കുന്ന സമയത്താണെങ്കിൽ പോലും അനാമികയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, എന്തോ തക്കമായ കാര്യം അവൾക്കുണ്ട്. അവളുടെ മനസ്സിൽ തറയ്ക്കുന്ന രീതി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അവൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, വിവാഹത്തിന് മുമ്പോ ശേഷമോ എൻ്റെ കൊച്ചുമക്കളിലോ മക്കളിലോ ആരും തന്നെ വഴിതെറ്റിപ്പോയിട്ടില്ല, ആ അബി ഒഴികെ. പക്ഷേ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അബി പെരുമാറുന്നത്. അവൻ എപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി സഹിക്കുമോ? അതുകൊണ്ടായിരിക്കും അനാമിക ഈ രീതിയിലൊക്കെ പെരുമാറുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അനാമികയാണെങ്കിലും പല പയ്യന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സംസാര വിഷയമുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം നമ്മുടെ കണ്ണിലെ കരട് എടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റ് നോക്കാൻ പോകാൻ. അനി ഇങ്ങനെ നടക്കുന്നിടത്തോളം കാലം നമ്മൾ എന്ത് പറഞ്ഞ് അനാമിക ഉപദേശിക്കും? ആദ്യം നമ്മൾ തിരുത്തേണ്ടത് അനിയെയാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അനാമികയുടെ വീട്ടിലേക്ക് പോകുന്ന ജാനകിയാണ്. ജാനകി അങ്ങോട്ട് ചെല്ലുന്നത്, ആഹാ ജാനകിയോ വാ എന്ന് പറഞ്ഞാൽ നല്ല സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ട്, ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് എന്ന്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അമ്മ അങ്ങോട്ട് വരുന്നത്? ആ വീട്ടിലുള്ളവരൊക്കെ മനുഷ്യരാണോ? മൃഗങ്ങളെപ്പോലെയല്ലേ അവരൊക്കെ പെരുമാറുന്നത്? അന്നേരം അങ്ങോട്ടേക്ക് വേണുവും വരും. അപ്പം വേണു പറയുന്നുണ്ട്, മോള് പറഞ്ഞത് നേരല്ലേ? ഓരോ ദിവസവും ഓരോ കുറ്റങ്ങൾ കണ്ടെത്തി എൻ്റെ മോളെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് അവിടെ ഉള്ളവർ ശ്രമിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ മോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ആ നന്ദുവിനെ അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്താൻ. അതിനുവേണ്ടിയല്ലേ അവരെല്ലാം കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ മരുമകളുടെ സ്ഥാനത്തേക്ക് വേറെ ആരെയും ചിന്തിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ മോളെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിരുന്നു മോളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങളെല്ലാവരും മോളുടെ കൂടെയുള്ളപ്പോൾ മോൾ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വീണു പറയുന്നുണ്ട്, മോളുടെ കുറച്ച് സ്വർണ്ണം എടുത്ത് വിറ്റു, അത് നേരാ. അതെന്തിനു വേണ്ടിയാ? 3-3.5 കോടി വിലയുള്ള പ്രോപ്പർട്ടിയാണ് മോളുടെ പേരിലേക്ക് വാങ്ങിച്ചത്. എന്നിട്ട് അതിനും കുറേ കുറ്റം കണ്ടുപിടിച്ചു എന്നൊക്കെ കുറേ കാര്യങ്ങൾ വേണു ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യത്തോടിനൂടെ നിങ്ങൾ ക്ഷമിക്കുക, എന്നിട്ട് മോളെ എൻ്റെ കൂടെ പറഞ്ഞു വിട്. മോളുടെ കണ്ണ് നിറയാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, എങ്കിൽ ശരി മോള് ചെല്ല്, എന്തായാലും ജാനകി വന്ന് വിളിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, മോൾക്ക് ഏറ്റവും ഇഷ്ടം ജാനകിയാണ്, അനിയെപ്പോലും അത് കഴിഞ്ഞിട്ടേ അവൾക്ക് സ്നേഹമുള്ളൂ. അതിനിടയ്ക്ക് അനാമിക പറയുന്നുണ്ട്, ഞാൻ കൂടെ വരികയൊക്കെ ചെയ്യാം, പക്ഷേ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അമ്മ നോക്കിക്കോളാം. അതിനെന്താ മോളെ, ഇത്രയും നാളും ഞാൻ തന്നെയല്ലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്, അതുപോലെ തന്നെ ഇനിയും അമ്മ തന്നെ നോക്കിക്കോളാം നിൻ്റെ കാര്യങ്ങൾ. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ജാനകി അനാമികയും കൂട്ടി അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. അവർ വന്നിറങ്ങുന്നതും ഒക്കെ ദേവയാനി മുകളിൽ നിന്ന് കാണുന്നുണ്ട്. മോള് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുകയേ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോളെ എങ്ങനെയെങ്കിലും അനിയെ മോളുടെ വശത്തേക്കാക്കാൻ നോക്ക്. അവൻ മോളെ സ്നേഹിച്ചു തുടങ്ങിയാൽ തന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നോളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്കെങ്ങും പറ്റില്ല. അവൻ ഏത് സമയം ആ നന്ദുവിൻ്റെ പുറകെയാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ സ്നേഹിക്കുക? മോൾ അവനെ കൈവിടരുത്. മോൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ സ്നേഹിക്കുക? മോൾ അങ്ങനെ പറയരുത്. മോൾ അവനെ കൈവിട്ടാൽ എങ്ങനെയാണ്? മോളൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നും പറഞ്ഞാൽ അനാമികയോട് ഇങ്ങനെ ജാനകി കെഞ്ചുവാണ്. ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ജാനകി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അനാമിക മനസ്സിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മോനെ ഞാൻ സ്നേഹിക്കാൻ പോവല്ലേ? എന്നെ സ്നേഹിക്കാൻ വേറെ ആൺപിള്ളേരുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനിയാകെ സങ്കടത്തിലാണ് അനാമിക തിരിച്ചു വന്ന് തോർത്തിട്ട്. അവൻ്റെ കൂട്ടുകാരോടായിട്ട് പറയുന്നുണ്ട്, എടാ നമ്മൾ കേക്ക് മുറിച്ചതും സന്തോഷിച്ചതും ഒക്കെ വെറുതെ ആയി. അവളിനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി അങ്ങനെയൊക്കെ ചെയ്തത്. എന്നാൽ പോയതിലും വേഗത്തിലാണ് അവൾ തിരിച്ചെത്തിയത്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അത് പിന്നെ നിൻ്റെ അമ്മ പോയല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ കൂടെയുള്ളവരത്തൻ പറയുന്നുണ്ട്, എടാ ഇനി നീ അവളെ നിൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കരുത്. അവളെപ്പോലൊരുത്തി നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം നശിച്ചു.
അതുകൊണ്ട് അവളെ നീ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് നന്ദുവിനെ തന്നെ നീ വിവാഹം കഴിക്കണം. അനാമികയിൽ നിന്ന് നീ അകലുന്നത് പോലെ തന്നെ നന്ദുവിലേക്ക് നീ അത്രത്തോളം അടുക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദുവായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായം വേണേലും ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ 2 ഫ്രണ്ട്സും അവന് നല്ല കട്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇനി ഞാൻ നന്ദുവിനെ വിട്ടുകളയാൻ തയ്യാറല്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവളെ നേടിയിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ഞാൻ ചെയ്യും എന്നൊക്കെ അനി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ഗോവിന്ദൻ്റെയും കനകയുടെ അരികിലേക്ക് വരികയാണ്. പിന്നെ അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് നയന പറയുന്നുണ്ട്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ നയന പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ അവരുടെ വായിൽ നിന്ന് തന്നെയാണ് അമ്മ അറിഞ്ഞത്. അപ്പോൾ കനക സംശയത്തോടെ ചൂട് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ? അവരെങ്ങനെ ദേവയാനിയോട് വന്ന് പറഞ്ഞോ? അങ്ങനല്ലമ്മേ, മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച് അമ്മ അനാമികയെ വിളിക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് മുഴുവൻ അമ്മ കേട്ടതാണ്. അതിനുശേഷം എന്നോട് വന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ എനിക്ക് സത്യങ്ങളെല്ലാം സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ കനക പറയുന്നുണ്ട്, അതേതായാലും നന്നായി. ഇനി അവൾക്ക് അവളുടെയുള്ള ജീവിതം അത്ര സുഖകരമായിരിക്കുകയല്ലോ. അതുകൊണ്ട് ഇനി അവൾ തിരിച്ചു വരില്ലായിരിക്കും എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, അവൾ വീണ്ടും തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് വന്നത്. ഇനി ഒരിക്കലും നന്ദു അനിയുമായിട്ട് ഒന്നിക്കാനുള്ള ഒരവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അനി നന്ദുവിൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും നന്ദുവിന് തിരിച്ച് അനിയോട് സ്നേഹമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അമ്മ വേണം ചെക്ക് ചെയ്യാനായിട്ട്. ഫോൺ വിളിക്കുന്നുണ്ടോ, മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കണമെന്ന് പറയുകയാണ് നയന. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് അവളുടെ ഫോൺ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അനി ഇങ്ങോട്ടും വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ അവൾ ഇതുവരെ ഫോൺ എടുക്കുകയോ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നയന പറയുന്നുണ്ട്, അവളിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിനൊന്നും സമയം കാണില്ല. അതുപോലെ തന്നെ അനി അവൻ്റെ പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് അവൾ ഒരിക്കലും അവനെ മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഗോവിന്ദൻ ഉറപ്പ് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നന്ദു അനിയുടെ ജീവിതത്തിലേക്ക് വരില്ല. നന്ദുവിനെ ഒരിക്കലും ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അവിടെ അനിയുടെ ജീവിതം എന്താകുമെന്ന് എനിക്കറിയില്ല. ഇനി അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിക പോയാലും ഒരിക്കലും നന്ദു ആ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല. നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മോള് വന്നിട്ട് ചായ കുടിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനയും കൂട്ടി അടുക്കളയ്ക്ക് പോവുകയാണ് കനക. അനാമിക സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റ് ദേവയാനി വരുന്നുണ്ട്. ദേവയാനി അനാമികയെ കാണുമ്പോഴത്തേക്കിനും ഒരു മൈൻഡ് ഇല്ലാതെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ, എന്താ വല്യമ്മ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്നവൾ ചോദിക്കുന്നുണ്ട്. വല്യമ്മ എന്താ മിണ്ടാതെ പോകുന്നതെന്ന് അനാമിക ചോദിക്കുമ്പോൾ, മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് മിണ്ടാ പോകുന്നതെന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരമാണ് നവ്യ കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അനാമിക കുഞ്ഞിനെ മോനെ ചക്കരയെ എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ട് അവൾ എടുക്കുന്നുണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അനാമിക പറയുന്നുണ്ട്, ഞാനിപ്പോൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും എടുക്കുന്നതൊന്നും ഇവിടെ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വല്യമ്മ എന്നോടൊന്നും മിണ്ടാതെ അങ്ങ് പോയത്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അപ്പം വല്യമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പം അനാമിക പറയുന്നുണ്ട്, എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നീ ഇപ്പോൾ ആരൊക്കെ എന്തെങ്കിലും കാണിച്ചാലും പറഞ്ഞാലും ആ ചന്തു എന്ന് പറയുന്നവളെ ഞാൻ സ്നേഹിക്കാനോ കളിപ്പിക്കാനോ ഒന്നും പോകുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നവ്യേനെ ഇളക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആദർശേട്ടൻ ചെയ്ത പോലെ ഒരു തെറ്റ് അഭിയേട്ടനാ ചെയ്തതെങ്കിലോ? ഒന്ന് ഓർത്തു നോക്കിയേ. ആദർശേട്ടനെ തരം താഴ്ത്തിയിട്ട് അഭിയേട്ടനെ ആ പോസ്റ്റ് കൊടുക്കേണ്ടതാണ്. അതുപോലെ അഭിക്ക് 3 ബ്രാഞ്ച് കൊടുത്തപ്പോൾ അതുപോലൊരു സ്ഥാനം അഭിയേട്ടനും കൊടുക്കേണ്ടതാണ്. അതെങ്ങനെയാ? ഇവിടുത്തെ കാരണവർക്ക് എല്ലാവരെയും ഒരേപോലെ കാണാനൊന്നും അറിയില്ലല്ലോ. ശരിക്കും വ്യത്യാസത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് നവ്യനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് അനാമിക. അത് കഴിഞ്ഞ് അനാമിക അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ജലജ കുറുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതാർക്കാ? എൻ്റെ കൊച്ചുമോന്, അല്ലാതെ ആർക്കാ? ഇത് ഞാൻ കൊടുക്കട്ടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഇതൊക്കെ കൊടുക്കാൻ അതിന് മോക്ക് വശമില്ലല്ലോ, അറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ അപ്പച്ചി വശമാകുന്നത്? അത് ശരിയാ, ഭാവിയിലേക്ക് മോക്കും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇതൊക്കെ ഉപകാരപ്പെടുമല്ലോ. ഓ, ഞാൻ ഉടനെ എങ്ങും ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് തോന്നുന്നില്ല അപ്പച്ചി എന്നൊക്കെ അനാമിക പറയാണ്. എല്ലാം എനിക്കറിയാം മോളെ.
അവൻ വെറുതെ മോളെ വിവാഹം കഴിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രാധാന്യവും നിനക്ക് അവൻ തരുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അനാമിക പറയും, ചിലപ്പോഴൊക്കെ ഡിവേഴ്സ് മേടിച്ച് ഇവിടെ നിന്ന് പോയാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കും. ഡിവേഴ്സ് വാങ്ങി ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു നാണക്കേടാ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് എന്ന് അനാമിക പറയുന്നുണ്ട്. അത് നേരാ മോളെ എന്നൊക്കെ പറഞ്ഞ് ജലജയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനാമിക കുഞ്ഞിനെ കൊണ്ടാണല്ലോ അങ്ങോട്ട് വന്നത്. അവൾ കുറുക്കും എടുത്തുകൊണ്ട് കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഹാളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജലജ മനസ്സിൽ പറയുന്നുണ്ട്, പിന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു, നിന്നെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായി അറിയാം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അനാമിക കുഞ്ഞിനായി ഡൈനിങ് ഹാളിൽ പോയിരുന്ന കുറുക്ക് വാരി കൊടുക്കുമ്പോൾ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന നവ്യ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഓ എന്തായാലും ഇവൾക്ക് എൻ്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ട്, അവൾ കുഞ്ഞിനെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് അവളുടെ അരികിലേക്ക് വന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ രണ്ടുപേരുടെ. അന്നേരമാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരെ കണ്ടതും ദേഷ്യത്തോടു കൂടി തന്നെ ദേവയാനി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല വല്യമ്മയ്ക്ക്, അതുകൊണ്ടാണ് വല്യമ്മ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ കയറിപ്പോയത്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കുകയോ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നീ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നീ ആരെയാ പേടിക്കുന്നേ? ഒരു കണക്കിന് അമ്മായിയും തെറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ലേ, അവരുടെ കൊച്ചുമോളല്ലേ, അതിനെ സ്നേഹിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ പോട്ടെ, പക്ഷേ ഈ നയനയിടത്തി എന്തിനാണ് ഇങ്ങനെ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൾക്ക് വട്ട്, അതുകൊണ്ടാണ് എന്നിങ്ങനെ നവ്യ പറയും. എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരെ മയക്കിയെടുക്കാൻ ആദർശേട്ടനും എൻ്റെ അനിയത്തിക്കും നല്ല കഴിവാണ്. ഇപ്പം തന്നെ മുമ്പുണ്ടായിരുന്നതിൻ്റെ പകുതി പോലും ദേഷ്യമൊന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആദർശേട്ടനോട് ഇപ്പം ഇല്ല. വീണ്ടും അവർ ആദർശേട്ടനെ സ്നേഹിച്ചു തുടങ്ങി. ആ ഒരു കഴിവ് പറയാതിരിക്കാൻ പറ്റിയല്ല. ആരൊക്കെ ക്ഷമിച്ചാലും സപ്പോർട്ട് ചെയ്താലും നമുക്ക് ആ തെറ്റ് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുപോലൊരു തെറ്റാണോ ആദർശേട്ടൻ ചെയ്തത്? ശരിക്കും അനിയുടെ ഏട്ടനെ പോലൊരു ഫ്രോഡിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഇച്ചിരി ദേഷ്യത്തോടെ നിൽക്കുന്ന നവ്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.